തട്ടിപ്പിന്റെ ചുരുളുകൾ ഒന്നൊന്നായി അഴിഞ്ഞു വരുമ്പോൾ പ്രതി അനന്തു കൃഷ്ണനൊപ്പം ഉണ്ടായിരുന്ന യുവതി ആര് എന്ന ചോദ്യം ശക്തമാവുകയാണ്. മറൈൻ ഡ്രൈവിലെ അശോക അപ്പാർട്ട്മെന്റിൽ പ്രതി ഒരു യുവതിക്കൊപ്പം എത്തുന്നതിന്റെ ദൃശ്യങ്ങൾ ന്യൂസ് 18 ലഭിച്ചു. തട്ടിപ്പിൽ അനന്തു കൃഷ്ണനൊപ്പം ഈ യുവതിക്കും പങ്കുണ്ടെന്ന ആരോപണം ശക്തമാണ്. അനന്തു കൃഷ്ണനൊപ്പം അപ്പാർട്ട്മെന്റിൽ ഉണ്ടായിരുന്ന യുവതിയെ പോലീസ് ഇതുവരെ ചോദ്യം ചെയ്തിട്ടില്ല. ഇയാളുടെ കോൺഫിഡൻഷ്യൽ അസിസ്റ്റന്റ് ആണ് യുവതി എന്നാണ് പോലീസ് പറയുന്നത്. യുവതിയെ ചോദ്യം ചെയ്യാനോ പ്രതി ചേർക്കാനോ അന്വേഷണ സംഘം തയ്യാറായിട്ടില്ല. പോലീസിന് യുവതിയുടെ ദൃശ്യങ്ങൾ കൈമാറിയിരുന്നുവെന്ന് ഫ്ളാറ്റ് അസോസിയേഷൻ സെക്രട്ടറി ന്യൂസ് 18 പറഞ്ഞു. അനന്തകൃഷ്ണൻ ഇവിടെ ഉണ്ടായിരുന്ന എല്ലാ സമയത്തും അദ്ദേഹത്തിനോടൊപ്പം ഉണ്ടായിരിക്കുകയും ആ ഫ്ലാറ്റിൽ അയാളോടൊപ്പം താമസിക്കുകയും ചെയ്തിരുന്ന ഒരു പെൺകുട്ടിയാണത്. അപ്പോൾ ഷീസ് എ ലേഡി. ഓക്കെ, ഇപ്പോൾ ഈ സംഭവങ്ങൾക്ക് ശേഷം അറസ്റ്റ് വന്നതിന് TV-യിലും മറ്റും വാർത്തകളായതിന് ആദ്യതിൻ്റെ പിന്നെ തുടർന്ന് ഇവിടെ നിന്ന് മനസ്സിലാക്കാൻ പറ്റുന്നത് ഫ്ലാറ്റിലെ ഒരു മനുഷ്യനുമായും അവർ സംസാരിക്കുകയോ അവരുടെ പേര് വെളിപ്പെടുത്തുകയോ അല്ലെങ്കിൽ അവർ ഇൻട്രാക്ട് ചെയ്യുകയോ ചെയ്തിരുന്നില്ല എന്നുള്ളത് വളരെ ദുരൂഹമായി നമുക്കിപ്പോൾ തോന്നുകയും ചെയ്യുന്നുണ്ട്. അതായത് ഈ ലേഡി അനന്തകൃഷ്ണനോടൊപ്പം ഫ്ലാറ്റിൽ താമസിക്കുമ്പോൾ വി ആർ ഗിവൻ ടു അണ്ടർസ്റ്റാൻഡ് ദാറ്റ് ഇറ്റ് ഈസ് ഹിസ് ലൈഫ് പാർട്ട്ണർ, ഭാര്യയായിരിക്കുമെന്നാണ് കരുതിയത്. ആ ലേഡി ഷീ ലുക്ക് വെരി ആഫ്ലുവൻ്റ് ഓൾസോ. അപ്പോഴാണ് അവർ പറഞ്ഞത് അത് അക്കൗണ്ടൻ്റ് ആയിരുന്നു. ഈ ലേഡി അദ്ദേഹത്തിൻ്റെ അക്കൗണ്ടൻ്റ് ആയിരുന്നു. പോലീസിനോട് ഞാൻ ഈ ഇൻഫർമേഷൻ ഷെയർ ചെയ്തിട്ടുണ്ട്. ആ ലേഡി ഷീ യൂസ് ടു കം ടു അവർ ജിം ഏർലി മോർണിംഗ് ഇൻ 6 o'clock. സൂംബ ഡാൻസ് കളിക്കുമായിരുന്നു ജിമ്മിൽ വന്നിന്ന്. അവർ ഷട്ടിൽ കളിക്കുമായിരുന്നു അവിടെ. അപ്പോൾ ഇതെല്ലാം അക്കൗണ്ടൻ്റ് ആയിട്ടുള്ള ഒരാളുടെ പ്രവൃത്തിയല്ല. ഇദ്ദേഹത്തിൻ്റെ കമ്പാനിയൻ ഒരാൾ, അക്കൗണ്ടൻ്റ് ആണെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഫണ്ട് ഹാൻഡിൽ ചെയ്ത ഒരാൾ, എപ്പോഴും ഒപ്പമുണ്ടായിരുന്ന ഒരാൾ, ഇത്രയും വലിയൊരു ചീറ്റിംഗ് നടത്തിയ ഒരാൾ, ഒരു സ്കാം. ആ പണം അദ്ദേഹം പലയിടത്തും കൊണ്ട് നിക്ഷേപിച്ചിട്ടുണ്ടാകാം. അദ്ദേഹത്തിനറിയാം ഈ കേസൊക്കെ നടത്തിയാൽ കുറച്ചു കാലം കഴിയുമ്പോൾ കേസിൽ നിന്ന് എപ്പോൾ പുറത്തു വരണമെന്നും കേസ് മുഴുവൻ നടത്താനുള്ള എക്സ്പെൻസ് എത്ര ആയിരിക്കുമെന്നും, അപ്പോഴും വീണ്ടും എക്സസ് മണി ഉണ്ടാകും. ഈ ഫണ്ട് എവിടെയാണ് കൊണ്ട് അദ്ദേഹം ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്നത്, ഡെപ്പോസിറ്റ് ചെയ്തിരിക്കുന്നത്, അല്ലെങ്കിൽ എവിടെയാണത് ഹൈഡ് ചെയ്തിരിക്കുന്നത്, ഇതൊക്കെ അറിയാൻ പറ്റുന്ന ഒരു നല്ല സോഴ്സ് ഈ ലേഡി ആയിരിക്കുമെന്ന് പോലീസിനോട് അന്ന് തന്നെ ഞങ്ങൾ ശ്രദ്ധയിൽപ്പെടുത്തിയതാണ്. പക്ഷേ യാതൊരു അന്വേഷണം നടത്തിയതായിട്ട് കാണുന്നില്ല. അപ്പോൾ അദ്ദേഹം പറഞ്ഞത് ഇൻവെസ്റ്റിഗേറ്റിംഗ് ഓഫീസർ ഇൻ ദ മൂവാറ്റുപുഴ കേസ് വാട്ട് ഹി ടോൾഡ് മീ, അത് ഈ ലേഡി അദ്ദേഹത്തിൻ്റെ കോൺഫിഡൻഷ്യൽ അസിസ്റ്റൻ്റ് ആയിരുന്നു, വാസ് നോട്ട് അക്കൗണ്ടൻറ്റ്. വാട്ട് ഡിഫറൻസ് ഇറ്റ് മേക്സ്? കോൺഫിഡൻഷ്യൽ അസിസ്റ്റൻറ്റ് മീൻസ് ഷീ നോസ് മോർ അബൌട്ട് ഹിം. എന്തുകൊണ്ട് അവരുടെ അടുത്ത് അന്വേഷിക്കുന്നില്ല? ഈ കേസിൻ്റെ അന്വേഷണത്തിൽ ഒരുപാട് പാളിച്ചകളുള്ളതുപോലെ തോന്നുന്നു. കാരണം കേരളത്തിലെടുത്ത 20ഓളം FIRകളിലൊക്കെ തന്നെ 20 കഴിഞ്ഞു. ഇപ്പോൾ എല്ലാ FIRലും കുടുംബശ്രീയിൽപ്പെട്ട സാധാരണക്കാരായ സ്ത്രീകൾ, ആക്ച്വലി അവരവരുടെ ട്രാപ്പിൽപ്പെട്ട ഏജൻസാണ്. അവരെല്ലാം ഒന്നിട ഒഴിവാതെ പ്രതികളാക്കുന്നു. പക്ഷേ ഈ ലേഡിയെ പ്രതിയാക്കിയിട്ടില്ല. ഈ ലേഡിയെ പ്രതിയാക്കുകയോ ഇവരുടെ സോഴ്സിനെ കുറിച്ച് അന്വേഷിക്കുകയോ ഒന്നും തന്നെ ചെയ്യാൻ പോലീസിന് താല്പര്യമില്ല എന്ന് പറയുമ്പോൾ അതിലേക്ക് കടന്നു ചെല്ലുന്നൊരു ഭാഗത്തിലേക്ക് ഇവർ എത്താൻ പോകുന്നില്ല. മറ്റൊന്ന്, ബഡ്സ് ആക്ട് ഇതിൽ ഉൾപ്പെടുത്തിയിട്ടില്ല. ഇത്രയും കേസ് വന്നിട്ട് പോലും ബഡ്സ് ആക്ട് പ്രകാരം പ്രോപ്പർട്ടി മുഴുവൻ സീസ് ചെയ്യാനും 10 വർഷം തടവ് കിട്ടുന്നതും സെഷൻസ് ഒഫൻസ് ആകേണ്ടതുമായ ഒരു കുറ്റകൃത്യത്തെ മജിസ്ട്രേറ്റ് കോടതിയിൽ മാത്രം ട്രയൽ നടത്തുന്ന വെറും ഒരു ചീറ്റിംഗ് കേസായി മാത്രം ഇത്രയും ദിവസമായിട്ടും നിലനിർത്തിക്കൊണ്ട് പോകുന്നത് വളരെ സംശയമാണ്. പണം എവിടെയാണ് കൊണ്ടുപോയിരിക്കുന്നത് എന്ന് കൃത്യമായി കണ്ടെത്താൻ പോലീസ് ശ്രമിക്കുന്നില്ല എന്നത് വളരെ വ്യക്തമാണ്. ഈ ലേഡിയുടെ വിഷ്വൽസ് എല്ലാം ഞങ്ങൾ കൊടുത്തിട്ടുണ്ട്. അവരുടെ പേരും വെളിപ്പെടുത്തി കൊടുത്തിട്ടുണ്ട്. അവരുടെ സ്റ്റാഫ് വന്നപ്പോഴിൽ നിന്നാണ് അവരുടെ പേര് ദർശന ഉണ്ണീന്നോ മറ്റോ ആണെന്ന് പിന്നീട് അറിയാൻ കഴിഞ്ഞു. അയൽവാസിയും അഭിഭാഷകനുമായ എ രാജസിംഹൻ ന്യൂസ് 18 പറയുന്നതനുസരിച്ച് ഈ അന്വേഷണത്തിൽ വലിയ രീതിയിലുള്ള
പ്രശ്നങ്ങളുണ്ട്. സാധാരണക്കാരായ സ്ത്രീകളടക്കം പ്രതി ചേർക്കപ്പെടുമ്പോൾ ഈ കേസിൽ നിർണായകമായ വിവരങ്ങൾ നൽകാൻ കഴിയുന്ന ഒരാളെപ്പറ്റി വിവരങ്ങൾ കൊടുത്തിട്ടും പോലീസ് അക്കാര്യങ്ങൾ പരിശോധിക്കുന്നില്ല എന്ന പരാതിയാണ് ഇപ്പോൾ ഉയരുന്നത്. രാഷ്ട്രീയ ഇടപെടലുകൾ നടക്കുന്നുണ്ടെന്നത് തീർച്ചയായിട്ടും അങ്ങനെ അനുമാനിക്കാം. രാഷ്ട്രീയ ഇടപെടലുകൾ എന്ന് പറഞ്ഞാൽ ഉപേക്ഷിക്കാനുള്ളൊരു ഇടപെടലായിരിക്കും ഇതിൽ നടക്കുക. ഒരു പ്രഥമ ദൃഷ്ട്യാ നോക്കുമ്പോൾ കാണുന്ന ഒരു സവിശേഷത, ഈ കേസിന് പ്രത്യേകിച്ച് സ്റ്റേക്ക് ഹോൾഡേഴ്സ് ഒന്നുമില്ല. നോബഡി വാണ്ട്സ് ദിസ് കേസ്. ദർ ഇസ് നോബഡി ടു ഓൺ ഇറ്റ് ഓർ ടു ക്ലൈം ഇറ്റ് എക്സെപ്റ്റ് ദ മീഡിയ. മീഡിയ ക്രിയേറ്റ് ചെയ്തിരിക്കുന്ന ഒരു പ്ലാറ്റ്ഫോമിൽ നിന്നുകൊണ്ട് മാത്രം പോകുന്ന ഒരു ലൈഫേ ഈ കേസിനുള്ളൂ. അത് കഴിയുമ്പോൾ ഒരൊറ്റ പൊളിറ്റിക്കൽ പാർട്ടീസിന് ഇതിന് വേണ്ട. കാരണം ഇതിലുൾപ്പെട്ട പരാതിക്കാർ, വിക്ടിംസ് ആരും തന്നെ സമൂഹത്തിൽ ഉന്നത ശേഷിയുള്ളവരോ ഇൻഫ്ലുവൻസ് ഉള്ളവരോ കേസ് മുൻപോട്ട് നടത്തിക്കൊണ്ടു പോകാൻ ഉള്ള പ്രാബല്യമോ പ്രാഗൽഭ്യമോ അല്ലെങ്കിൽ അതിനുള്ള സോഴ്സുള്ള ആളുകളല്ല. വെറും പാവപ്പെട്ട സാധാരണക്കാരായ ആളുകളാണ്. അതുകൊണ്ട് തന്നെ കുറച്ച് കഴിയുമ്പോൾ ഈ കേസുകൾക്കൊക്കെ സോളാർ കേസിലെ വിക്ടിംസിന് എത്ര നീതി കിട്ടിയോ അതിനേക്കാളും വലിയ ദുരവസ്ഥയിലായിരിക്കും. പൊളിറ്റിക്കൽ ലീഡേഴ്സിൻ്റെ അടുത്തേക്കൊന്നും കേസ് എത്താനും പോകുന്നില്ല. മാത്രമല്ല, ഒരു പൊളിറ്റീഷ്യൻസിനും ഈ കേസിൻ്റെ ആവശ്യമില്ല. ഇതാർക്കും ഇതിൽ ആവശ്യമുള്ളൊരു കേസല്ല. കുറച്ച് കഴിയുമ്പോൾ കേസെല്ലാം അതിൻ്റെ വഴിക്ക് തന്നെ പര്യവസാനിക്കാനുള്ള വലിയൊരു സാഹചര്യം ഇതിൽ കാണുന്നുണ്ട്. നവമി ദിനേശ് വിവരങ്ങളുമായി. നവമി, ഈ കേസിന് ഉണ്ടാവാൻ പോകുന്ന ഒരു സ്വാഭാവിക പരിണിതി, ഇത്ര വലിയ തട്ടിപ്പ് കേസുകളിലൊക്കെ നമ്മൾ കണ്ടിട്ടുള്ള ഒരു സ്വാഭാവികമായ അതിൻ്റെ ഒരു എന്താവുമെന്ന് മുൻകൂട്ടി പറയുകയാണ് അഡ്വക്കേറ്റ് രാജസിംഹൻ. വളരെ ശരിയാണ്. കാരണം ഇത്രയേറെ നിർണായകമായ വിവരങ്ങൾ ഈ ഫ്ലാറ്റ് അസോസിയേഷൻ കൈമാറിയിട്ടും പോലീസ് അതിലേക്ക് ഇതുവരെ തിരിഞ്ഞിട്ടില്ല എന്നതാണ് അവരുന്നയിക്കുന്ന ആക്ഷേപം. കോൺഫിഡൻഷ്യൽ അസിസ്റ്റന്റ് എന്ന് പറഞ്ഞാൽ അയാൾ എങ്ങോട്ട് പോകുന്നു, എവിടെ പോയി, എന്ത് ചെയ്തു എന്ന് വരെ അറിയാവുന്ന ഒരാൾ, ഒപ്പം ജീവിച്ചിരുന്ന ഒരാൾ. എന്താണ് ഇതിന് അന്വേഷണ സംഘത്തിന് എന്തെങ്കിലും വിശദീകരണം, അല്ലെങ്കിൽ പോലീസിന് എന്തെങ്കിലും ഒരു വിശദീകരണം ഇതിൽ പറയാനുണ്ടോ? ഈ ഫ്ലാറ്റ് അസോസിയേഷൻ ഈ അനന്തുകൃഷ്ണനെയും കൂടെ താമസിച്ചിരുന്ന സ്ത്രീയെയും കുറിച്ച് എന്തൊക്കെ കാര്യങ്ങളാണ് പറയുന്നത്? ശ്രീ അനന്തുകൃഷ്ണൻ ചെറിയൊരു മീനല്ല എന്ന് തുടക്കം മുതൽ തന്നെ നമുക്കറിയാം. ഇതിൽ പല രാഷ്ട്രീയ നേതാക്കളുടെ പേരുകൾ പുറത്തു വരുന്നുണ്ടായിരുന്നു തുടക്കത്തിൽ. പിന്നീട് ആ പേരുകളൊക്കെ പിൻവലിക്കുന്ന സാഹചര്യം, അല്ലെങ്കിൽ അവരുടെയൊക്കെ പേരുകൾ പറഞ്ഞിട്ടില്ല എന്ന് പോലീസ് മാറ്റി പറയുന്ന ഒരു സാഹചര്യം. ഇതിൽ വളരെ ദുരൂഹതകൾ ഒളിഞ്ഞു കിടക്കുന്നുണ്ട്. ഇത്രയും വലിയൊരു തട്ടിപ്പ് അനന്തുകൃഷ്ണൻ എന്ന 27-കാരന് ഒറ്റയ്ക്ക് ചെയ്യാൻ കഴിയുമോ എന്നൊരു ചോദ്യമാണ് ഇപ്പോഴും ബാക്കിയാകുന്നത്. ഇതിൽ കൃത്യമായിട്ടുള്ള ഉന്നതരുടെ ഇടപെടൽ ഉണ്ടെന്ന് നിസ്സംശയം പറയാൻ കഴിയും. അതോടൊപ്പം തന്നെയാണ് ഈ ഫ്ളാറ്റിൽ താമസിക്കുന്ന, അതായത് അനന്തുകൃഷ്ണൻ മറൈൻ ഡ്രൈവിൽ താമസിച്ചിരുന്ന അശോക അപ്പാർട്ട്മെന്റിൽ അനന്തുകൃഷ്ണനോടൊപ്പം ഒരു പെൺകുട്ടി ഉണ്ടായിരുന്നു. ആ പെൺകുട്ടിയെക്കുറിച്ച് അവർക്ക് ആർക്കും അറിയില്ല. ആ പെൺകുട്ടി അവരോട് ആരോടും സംസാരിക്കാറുണ്ടായിരുന്നില്ല. പക്ഷെ അവിടുത്തെ ജിമ്മിൽ വരും, മറ്റ് അവിടെയുള്ള ആക്ടിവിറ്റീസിലെല്ലാം തന്നെ ഈ പെൺകുട്ടി പങ്കെടുക്കുകയും ഒക്കെ ചെയ്തിരുന്നു. പക്ഷേ ഈ പെൺകുട്ടിയെക്കുറിച്ചുള്ള വിവരങ്ങളൊന്നും ഇവർക്കറിയില്ല. അനന്തുകൃഷ്ണനെതിരെ കേസ് വരുന്നു. അനന്തുകൃഷ്ണൻ ജയിലിലാകുന്ന സാഹചര്യത്തിലാണ് ഇവർ ഈ അപ്പാർട്ട്മെന്റിലെ CCTV അടക്കം ഈ സെക്രട്ടറി ഉൾപ്പെടെയുള്ളവർ, അല്ലെങ്കിൽ അതിന്റെ അസോസിയേഷനിലുള്ള ഭാരവാഹികൾ പോലീസിന് കൈമാറുന്നു. അവർക്ക് അനന്തുകൃഷ്ണനെ കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ പറയുന്നു. ലാലി വിൻസൻ അവിടെ വരുമായിരുന്നു എന്ന കാര്യങ്ങളൊക്കെ പറയുന്നത് ഈ അസോസിയേഷനിലുള്ള ആളുകളായിരുന്നു. അതിനുശേഷമാണ് ഇവർ ലാലി വിൻസനോട് ഇക്കാര്യം അന്വേഷിക്കുന്നുണ്ട്. അനന്തുകൃഷ്ണനോടൊപ്പം ഉണ്ടായിരുന്ന ഒരു പെൺകുട്ടി ഉണ്ടല്ലോ, അവർ കരുതിയിരുന്നത് അനന്തുകൃഷ്ണന്റെ ഭാര്യ എന്നായിരുന്നു. ആ പെൺകുട്ടി ഇപ്പോൾ എവിടെയാണെന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞത് അനന്തുകൃഷ്ണൻ ചെറിയ കുട്ടിയാണ്, അവൻ കല്യാണമൊന്നും കഴിച്ചിട്ടില്ല, ഒപ്പം ഉണ്ടായിരുന്ന കുട്ടി അക്കൗണ്ടന്റ് ആണെന്ന്. അങ്ങനെയാണെങ്കിൽ അക്കൗണ്ടന്റ് ആണെങ്കിൽ തീർച്ചയായും ഈ പണവുമായി ബന്ധപ്പെട്ട, അല്ലെങ്കിൽ അനന്തുകൃഷ്ണന്റെ പണമിടപാടുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെല്ലാം അറിയാൻ കഴിയുമല്ലോ എന്നുള്ളൊരു കാര്യം ഈ അസോസിയേഷൻ സെക്രട്ടറിയും ഒപ്പം അഭിഭാഷകനും കൂടി ആയിട്ടുള്ള വ്യക്തി പോലീസിനോട്, ഈ അന്വേഷണ സംഘത്തോട് പറയുന്നുണ്ട്. അന്വേഷണ സംഘത്തിന് ഒപ്പം ഈ പെൺകുട്ടിയുടെ CCTV ദൃശ്യങ്ങളടക്കം ന്യൂസ് 18 ഇപ്പോൾ പുറത്തുവിട്ട CCTV ദൃശ്യങ്ങളടക്കം കൈമാറുന്ന സാഹചര്യമുണ്ടായി. പിന്നീട് ഈ പോലീസിനോട് ഇക്കാര്യത്തെക്കുറിച്ച് അന്വേഷിച്ചപ്പോൾ പറയുന്നത് അത് അനന്തുകൃഷ്ണന്റെ അക്കൗണ്ടന്റ് അല്ല, കോൺഫിഡൻഷ്യൽ പേഴ്സൺ ആണെന്ന്. അങ്ങനെയാണെങ്കിൽ കൂടുതൽ കാര്യങ്ങൾ അറിയാൻ കഴിയും. ഈ അനന്തുകൃഷ്ണൻ ശ്രീജ സൂചിപ്പിച്ചതുപോലെ തന്നെ അനന്തുകൃഷ്ണൻ എവിടെയൊക്കെ പോകുന്നുണ്ട്, അനന്തുകൃഷ്ണന്റെ ഇടപാടുകൾ ഏതൊക്കെയാണ്, ആരിൽ നിന്നൊക്കെയാണ് പണം കൈപ്പറ്റിയത്, ഇതെങ്ങോട്ടേക്കാണ് പോകുന്നത്, ഈ കൃത്യമായിട്ടുള്ള കാര്യങ്ങൾ അറിയാവുന്ന ഒരു പെൺകുട്ടി കൂടിയായിരിക്കും ഇത്. പക്ഷേ അന്വേഷണ സംഘമാകട്ടെ ഈ തെളിവുകളടക്കം നൽകിയിട്ടും
ഒരു അന്വേഷണം പോലും നടത്തിയിട്ടില്ല, ഒരു നീക്കം പോലും ഈ പെൺകുട്ടിയെ കേന്ദ്രീകരിച്ച് നടത്തിയിട്ടില്ല എന്നാണ് അസോസിയേഷൻ ഭാരവാഹികൾ ഉന്നയിക്കുന്നത്. അത്തരത്തിലാണെങ്കിൽ ഇത് കൃത്യമായി ഈ അന്വേഷണം അനന്തകൃഷ്ണൻ പ്രതിയായിട്ടുള്ള തട്ടിപ്പ് കേസ് അത് പാതി വഴിയിൽ നിൽക്കാനുള്ളൊരു സാഹചര്യം തന്നെയാണ് നമുക്ക് മുന്നിലുള്ളതെന്ന് ഉറപ്പിച്ചു പറയുകയാണ് അസോസിയേഷൻ സെക്രട്ടറി രാജസിംഹൻ. ഒപ്പം ഈ പെൺകുട്ടിയെ സംബന്ധിച്ച നിരവധി ദുരൂഹതകൾ ഇപ്പോഴും ബാക്കിയാകുന്നുണ്ട്. ഈ പെൺകുട്ടി അല്ലെങ്കിൽ അനന്തകൃഷ്ണനുമായി അടുത്തിടപഴകുന്നവർ പുറത്തു നിൽക്കുകയാണെങ്കിൽ ഈ കേസ് ഒത്തുതീർക്കുവാനും ഈ തട്ടിയെടുത്ത പണം അത് കടത്തുവാനും ചിലപ്പോൾ രാജ്യം തന്നെ കടത്തുവാനുമുള്ളൊരു സാഹചര്യം നമുക്ക് മുന്നിൽ തെളിഞ്ഞു നിൽക്കുന്നുണ്ട് എന്നുകൂടിയാണ് രാജസിംഹൻ പറയുന്നത്. പക്ഷേ അന്വേഷണ സംഘമാകട്ടെ ഇതുമായി ബന്ധപ്പെട്ട ഒരു മറുപടി നൽകാൻ തയ്യാറായിട്ടില്ല. ഈ പെൺകുട്ടിയെക്കുറിച്ചുള്ള ചോദ്യങ്ങൾക്കൊന്നും മറുപടി അത് അന്വേഷണ പരിധിയിലാണ്, അന്വേഷിക്കുന്നുണ്ടെന്ന് മാത്രമാണ് പറയുന്നത്. അനന്തകൃഷ്ണൻ മാത്രമാണ് ഇതിൽ പ്രതിയാക്കിയിട്ടുള്ളത്, അല്ലെങ്കിൽ ജയിലിൽ പോയിട്ടുള്ളത് അനന്തകൃഷ്ണൻ മാത്രമാണ്. ഒപ്പം ഉണ്ടായിരുന്നവരെ ഒന്ന് ചോദ്യം ചെയ്യാൻ പോലും അന്വേഷണ സംഘം തയ്യാറാകുന്നില്ല. ഇതിനർത്ഥം ഈ കേസ് പാതി വഴിയിൽ അവസാനിപ്പിക്കാൻ അല്ലെങ്കിൽ ആരെയൊക്കെയോ രക്ഷിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു നീക്കത്തിലേക്ക് അന്വേഷണ സംഘം കടന്നിരിക്കുകയാണെന്ന് നമുക്ക് നിസ്സംശയം പറയാൻ കഴിയും. അനന്തകൃഷ്ണനോടൊപ്പം ഉണ്ടായിരുന്ന അനന്തകൃഷ്ണന്റെ സാമ്പത്തിക ഇടപാടുകളൊക്കെ കൈകാര്യം ചെയ്യുന്ന പെൺകുട്ടി എന്തുകൊണ്ടാണ് ആ പെൺകുട്ടിയെ ഇതിൽ പ്രതി ചേർക്കാത്തത്, അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് ആ പെൺകുട്ടിയെ ചോദ്യം ചെയ്യാത്തത് എന്നതാണ് ഇവിടെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. മറ്റൊന്ന് അദ്ദേഹം സൂചിപ്പിച്ചത് ഇതിൽ പ്രതിയാക്കപ്പെട്ടിരിക്കുന്ന അല്ലെങ്കിൽ ഇതിലൊക്കെ കേസുമായി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ വരും മണിക്കൂറുകൾ അല്ലെങ്കിൽ ഇത് പോയി കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ പ്രതിയാക്കിയിരിക്കുന്നത് കുടുംബശ്രീയിലുള്ള സാധാരണക്കാരായിട്ടുള്ള ഇടനിലക്കാരായിട്ടുള്ള ഈ അനന്തകൃഷ്ണന് വേണ്ടി പണം പിരിച്ച് നൽകിയിട്ടുള്ള അങ്ങനെ ഇടനിലക്കാരായി മാത്രം പ്രവർത്തിച്ച നിരവധി പേരെയാണ് പ്രതി ചേർത്തിരിക്കുന്നത്. ഇതെല്ലാം ഈ അന്വേഷണത്തെ വഴിതെറ്റിക്കാൻ അല്ലെങ്കിൽ കൂടുതൽ ഉന്നതരിലേക്ക് ഈ അന്വേഷണം എത്താതിരിക്കാനുള്ള ഒരു നീക്കമായി തന്നെ കണക്കാക്കാം. ഇത് എങ്ങും എത്താൻ പോകുന്നില്ല. സോളാർ കേസിൽ എന്താണോ സംഭവിച്ചത്, അല്ലെങ്കിൽ ഇത്രയും വലിയ സാമ്പത്തിക തട്ടിപ്പ് കേസുകളിൽ എന്താണോ സംഭവിച്ചത് അത് തന്നെയായിരിക്കും ഇവിടെ ആവർത്തിക്കുക. ഇരകൾക്ക് അവർക്ക് നീതി കിട്ടില്ല, അവർക്ക് നഷ്ടമായ പണം അത് തിരികെ കിട്ടുമോ എന്നത് പോലും സംശയമായി തുടരുന്നുണ്ട്. ഇപ്പോഴും ഈ കേസുകൾ മജിസ്ട്രേറ്റ് കോടതിയിൽ മാത്രം ഒതുക്കിക്കൊണ്ട് അന്വേഷണ സംഘം ഈ വരും ദിവസങ്ങളിൽ അല്ലെങ്കിൽ ഒരു 100 ദിവസത്തിനുള്ളിൽ തന്നെ ഈ അനന്തകൃഷ്ണൻ ജയിലിൽ നിന്നും പുറത്തിറങ്ങി സാധാരണ ഒരു ജീവിതം അല്ലെങ്കിൽ അയാൾ തട്ടിയെടുത്ത പണവുമായിട്ട് സുഖമായി ജീവിക്കാനുള്ളൊരു സാഹചര്യം തന്നെയാണ് നമ്മുടെ സർക്കാരും അല്ലെങ്കിൽ പോലീസും ഒരുക്കി കൊടുക്കുന്നത് എന്ന് കൂടിയാണ് ശരിയാണ് നവമി. അത് തെറ്റാണെന്ന് തെളിയിക്കേണ്ടത് ഇനി അന്വേഷണ സംഘമാണ്. കാരണം ഈ തരത്തിൽ അനന്തകൃഷ്ണൻ എന്ന ഒരൊറ്റ വ്യക്തിയിലേക്ക് മാത്രം കേന്ദ്രീകരിച്ച് അയാൾ ഒറ്റയ്ക്ക് 1000 കോടിയുടെ തട്ടിപ്പ് നടത്തി അയാളെ വിശ്വസിച്ച് നാട്ടിൽ നിന്ന് പണം പിരിച്ച പാവപ്പെട്ട ആളുകളൊക്കെ സ്ത്രീകളെ സഹായിക്കാൻ അല്ലെങ്കിൽ സാധാരണക്കാരായ സ്ത്രീകളെ സഹായിക്കാൻ ഇറങ്ങിയവരൊക്കെ കുടുങ്ങുകയും ഈ കേസിലെ ഈ 1000 കോടിയിൽ 3 കോടി മാത്രമാണ് അക്കൗണ്ടിൽ ഉള്ളതെന്ന് പറയുന്നു. അങ്ങനെയാണെങ്കിൽ ബാക്കി പണം എവിടെ എന്നൊക്കെ അന്വേഷിക്കണമെങ്കിൽ ചെയ്യേണ്ട കാര്യങ്ങൾ പോലീസ് ചെയ്യണം. പക്ഷെ അതെന്തായാലും ഇതുവരെയും ഉണ്ടായിട്ടില്ല. നവമി, ഇതോടൊപ്പം ഇന്ന് മൂവാറ്റുപുഴ സെഷൻസ് കോടതി ജാമ്യാപേക്ഷ പരിഗണിക്കുന്നുണ്ടല്ലോ. ഇന്നലെ അയാൾ പറഞ്ഞത് ജീവന് ഭീഷണി ഉണ്ടെന്നൊക്കെയാണ്. എപ്പോഴായിരിക്കും കോടതിയിൽ ഹാജരാക്കുക? എന്താണ് അതുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ? ശ്രീജ, രാവിലെ 11 മണിയോടുകൂടിയായിരിക്കും മൂവാറ്റുപുഴ സെഷൻസ് കോടതി ഹർജി പരിഗണിക്കുക. ജാമ്യം ലഭിക്കാനുള്ളൊരു സാധ്യത വിദൂരമാണ്. കാരണം ഈ കൃത്യമായിട്ടുള്ള തെളിവുകൾ അല്ലെങ്കിൽ ഇത്രയേറെ പരാതികൾ അനന്തകൃഷ്ണനെതിരെ നിലനിൽക്കുന്നുണ്ട്. അതുകൊണ്ട് ജാമ്യം ലഭിക്കുമോ എന്നതിൽ ചില സംശയമുണ്ട്. എങ്കിൽ പോലും ഇന്നലെ ആയിരുന്നു റിമാൻഡ് ഈ കസ്റ്റഡി കാലാവധി കഴിഞ്ഞ ശേഷം അനന്തകൃഷ്ണനെ കോടതിയിൽ ഹാജരാക്കിയത്. അതിനുശേഷം അനന്തകൃഷ്ണൻ മാധ്യമങ്ങളോടായി പറഞ്ഞത് തനിക്ക് ഭീഷണിയുണ്ട്, ചില രാഷ്ട്രീയ നേതാക്കൾക്ക് ഇതിൽ ഉൾപ്പെടുന്നുണ്ട്, അവരുടെ പേരൊക്കെ പുറത്തു പറഞ്ഞാൽ തന്റെ ജീവന് ഭീഷണി ഉണ്ടാകുമെന്നൊക്കെ അനന്തകൃഷ്ണൻ പറയുന്നുണ്ട്. അതിൽ കൃത്യമായിട്ടുള്ളൊരു സുരക്ഷ അനന്തകൃഷ്ണന് വേണമെന്നൊക്കെയാണ് പറയുന്നത്. പക്ഷേ ഇതിൽ എന്താണ് സത്യാവസ്ഥ, അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് ഈ ഉന്നതരുടെ പേര് പറയാൻ പേടിക്കുന്നത്? ഈ ഭീഷണി കൊണ്ട് തന്നെയാണോ? ആരൊക്കെയാണ് ഇതിൽ ഉൾപ്പെട്ടിരിക്കുന്ന ഉന്നതർ, രാഷ്ട്രീയ നേതാക്കൾ? അങ്ങനെ നിരവധി ചോദ്യങ്ങളാണ് ബാക്കിയാകുന്നത്. അതിനിടയിലാണ് ഇന്ന് 11 മണിയോടുകൂടി അനന്തകൃഷ്ണന്റെ ജാമ്യാപേക്ഷയും പരിഗണിക്കുക. എന്തായാലും നമുക്ക് ഇനി വളരെ കുറച്ച് മണിക്കൂറുകൾ മാത്രമേ ഉള്ളൂ കാത്തിരിക്കണം. ഇനി എന്താണ് അന്വേഷണ സംഘത്തിന്റെ തുടർനീക്കമെന്ന് നോക്കേണ്ടതുണ്ട്. ഒപ്പം ഈ കേസ് ക്രൈംബ്രാഞ്ചിന് കൈമാറാനുള്ള ഒരു സാധ്യത ഉള്ളതിനാൽ ഇനി എങ്ങനെയായിരിക്കും ഇതിന്റെ അന്വേഷണം? കൂടുതൽ പ്രതികൾ ഇതിൽ ഉണ്ടാകുമോ, അതോ അന്വേഷണം നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ പാതി വഴിയിൽ അവസാനിക്കുമോ? ഇതെല്ലാം നമുക്ക് കാത്തിരുന്ന് കാണേണ്ടി വരും. ശ്രീജ. ശരി. നവമി ദിനേശാണ് കൊച്ചിയിൽ നിന്ന് വിശദമായ വിവരങ്ങൾ നൽകിയത്. ഈ കേസിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിവരമാണ്
ഈ അനന്തകൃഷ്ണനൊപ്പം കൊച്ചിയിലെ ഫ്ളാറ്റിൽ താമസിച്ചിരുന്ന യുവതി ആര്, അവർക്ക് ഈ തട്ടിപ്പിൽ പങ്കുണ്ടോ, ഈ തട്ടിപ്പിനെ കുറിച്ച് കൂടുതൽ വിവരങ്ങൾ അറിയണമെങ്കിൽ അവരെ ചോദ്യം ചെയ്യേണ്ടതല്ലേ? എന്തുകൊണ്ട് ആ വിവരങ്ങൾ ഫ്ളാറ്റ് അസോസിയേഷൻ കൈമാറിയിട്ടും പോലീസ് ഇതുവരെ പരിഗണിച്ചിട്ടില്ല? ഈ ചോദ്യങ്ങൾക്ക് ഇന്നത്തെ ദിവസം നമുക്ക് മറുപടി തേടാം. ഇനി പാതിവില തട്ടിപ്പിലൂടെ അനന്തകൃഷ്ണനും സംഘവും പിരിച്ച 1000 കോടി എവിടെ പോയി എന്ന് കണ്ടുപിടിക്കലാവും ക്രൈംബ്രാഞ്ച് അന്വേഷണ സംഘത്തിന് മുന്നിലുള്ള ആദ്യത്തെ ദൗത്യം. ഈ പിരിച്ച തുകയിൽ അനന്തകൃഷ്ണന്റെ അക്കൗണ്ടിൽ ഇപ്പോൾ ആകെ ബാക്കിയുള്ളത് 3 കോടി രൂപ മാത്രമാണ്. 1000 കോടി തട്ടിയെടുത്ത സംഘത്തിന് പിന്നിൽ ഉന്നത ബിസിനസ് രാഷ്ട്രീയ ബന്ധമുണ്ടോ എന്ന് കണ്ടുപിടിക്കലും പുതിയ സംഘത്തിന്റെ ദൗത്യമാവും. അതിന് താൽപര്യമുണ്ടെങ്കിൽ മാത്രം. സംസ്ഥാനത്താകെ നടത്തിയ തട്ടിപ്പിലൂടെ 1000 കോടി രൂപ അനന്തകൃഷ്ണൻ പിരിച്ചെടുത്തെന്നാണ് പോലീസിന്റെ വിലയിരുത്തൽ. ഇതുവരെ വിവിധ പോലീസ് സ്റ്റേഷനുകളിലായി രജിസ്റ്റർ ചെയ്ത പരാതികൾ പ്രത്യേക അന്വേഷണ സംഘം ക്രോഡീകരിക്കും. ഇതോടെ തട്ടിപ്പ് തുക ഇതിലും ഉയർന്നേക്കാം. ഇത്ര വലിയ തുക കയ്യിലെത്തിയിട്ടും അനന്തകൃഷ്ണന്റെ അക്കൗണ്ടിൽ അവശേഷിക്കുന്നത് 3 കോടി മാത്രം. ബാക്കി തുക എവിടെ പോയി? മറ്റേതെങ്കിലും രഹസ്യ അക്കൗണ്ടുകളിലേക്ക് പണം മാറ്റിയോ? ഇതുവരെ ചിത്രത്തിലില്ലാത്ത മറ്റാരെങ്കിലും തട്ടിപ്പിന് പിന്നിലുണ്ടോ? എച്ച് വെങ്കടേഷിന്റെ നേതൃത്വത്തിലുള്ള അന്വേഷണ സംഘം ആദ്യം കണ്ടെത്തേണ്ടത് ഇതാണ്. മറ്റൊന്ന് ആനന്ദകുമാറിന്റെ തട്ടിപ്പിലെ പങ്കാണ്. ആനന്ദകുമാറാണ് പദ്ധതി പൊളിച്ചതെന്നാണ് അനന്തു പോലീസിന് നൽകിയ മൊഴി. മാധ്യമങ്ങളോടും ഇത് ആവർത്തിച്ചു. NGO കോൺഫെഡറേഷന്റെ ചെയർമാനായിരുന്ന ആനന്ദകുമാർ സാറ് വിവിധ CSR ഏജൻസികളിൽ നിന്ന്, വിവിധ കമ്പനികളിൽ നിന്നുള്ള സാമ്പത്തിക സമാഹരണം പറഞ്ഞിരുന്നു. അത് നടക്കാതെ പോയതിലൂടെ സംഭവിച്ചിട്ടുള്ള പ്രതിസന്ധി. 1000 കോടിയുടെ തട്ടിപ്പ് ഒരാൾക്ക് മാത്രം നടത്താനാകുമോ? കേസിൽ വൻകിട രാഷ്ട്രീയ ബിസിനസ് ബന്ധങ്ങളുണ്ടോ? പ്രധാനമന്ത്രിയുടെ അടുത്തെത്താൻ പോലും അനന്തുവിന് കഴിഞ്ഞത് ഈ ബന്ധങ്ങളാണോ? ക്രൈംബ്രാഞ്ച് സംഘത്തിന് മുന്നിലുള്ള വെല്ലുവിളി വലുതാണ്. അതിനുമപ്പുറം പൂർണ്ണമായി സ്വതന്ത്ര അന്വേഷണം നടത്താൻ ഈ അന്വേഷണ സംഘത്തിന് കഴിയുമോ? പ്രത്യേക അന്വേഷണ സംഘം രൂപീകരിച്ചുകൊണ്ട് ഇപ്പോൾ നടത്തുന്ന താൽപര്യം അന്വേഷണം മുന്നോട്ട് കൊണ്ടുപോകാൻ സർക്കാരിന് ഇനിയുമുണ്ടാകുമോ? മിക്ക പരാതികളിലും അനന്തകൃഷ്ണനൊപ്പം പരാമർശിക്കുന്ന പേരാണ് ആനന്ദകുമാറിന്റേത്. എന്നാൽ തനിക്ക് തട്ടിപ്പിൽ ബന്ധമില്ലെന്നും താൻ കുടുങ്ങിപ്പോയതാണെന്നും ആനന്ദകുമാർ വാദിക്കുന്നു. ഇതിൽ വ്യക്തത വരുത്തേണ്ടത് ക്രൈംബ്രാഞ്ച് സംഘം തന്നെയാണ്. ന്യൂസ് 18 തിരുവനന്തപുരം. പാതിവില തട്ടിപ്പിൽ വലിയ ആരോപണങ്ങൾ ആദ്യഘട്ടത്തിൽ തന്നെ ഉയർന്നത് പെരിന്തൽമണ്ണ MLA നജീബ് കാന്തപുരത്തിനെതിരെയാണ്. ഡോക്ടർ പി സരനായിരുന്നു ആ ആരോപണങ്ങൾ ഉന്നയിച്ചത്. അതിനു പിന്നാലെ ഇപ്പോൾ നജീബ് കാന്തപുരത്തിനെതിരെ ഒരു പെൺകുട്ടിയാണ് പരാതി നൽകിയിരുന്നത്. ആ പരാതി പിൻവലിച്ചു. ലാപ്ടോപ്പിന്റെ വിലയായി അടച്ച 21,000 രൂപ തിരിച്ചു നൽകിയ സാഹചര്യത്തിലാണ് പുലാമന്തോൾ സ്വദേശിനിയായ വിദ്യാർത്ഥിനി പരാതി പിൻവലിച്ചത്. പുലാമന്തോൾ ടിയൻപുരം സ്വദേശിനിയായ അനുപമയാണ് തട്ടിപ്പിൽ നജീബ് കാന്തപുരത്തിനെതിരെ ആദ്യം പരാതി നൽകിയത്. 21,000 രൂപ ലാപ്ടോപ്പിനായി അടച്ച് 4 മാസം പിന്നിട്ടിട്ടും ലാപ്ടോപ്പ് ലഭിക്കാത്ത സാഹചര്യത്തിലായിരുന്നു പരാതി. തുടർന്ന് നജീബ് കാന്തപുരത്തിനും അദ്ദേഹത്തിന്റെ ഓഫീസ് സെക്രട്ടറിക്കുമെതിരെ സാമ്പത്തിക തട്ടിപ്പിനും വിശ്വാസവഞ്ചനയ്ക്കും പെരിന്തൽമണ്ണ പോലീസ് കേസെടുത്തു. ഇതിന് പിന്നാലെ തന്നെ പ്രാദേശിക ലീഗ് നേതാക്കൾ കേസ് പിൻവലിപ്പിക്കാനുള്ള ശ്രമങ്ങൾ നടത്തിയിരുന്നു. കഴിഞ്ഞ ദിവസം നജീബ് കാന്തപുരം MLA നേതൃത്വം കൊടുക്കുന്ന മുദ്ര ചാരിറ്റബിൾ ട്രസ്റ്റ് തന്നെ പണം തിരികെ അക്കൗണ്ടിലേക്ക് നൽകിയതോടെയാണ് അനുപമ പരാതി പിൻവലിക്കാൻ തീരുമാനിച്ചത്. മുദ്രയുടെ റെസിപ്റ്റ് തന്നിട്ട് അവിടെ വാങ്ങി വെച്ചിരുന്നു. അക്കൗണ്ട് ബൈ കുറച്ച് അക്കൗണ്ടായിട്ടും കുറച്ച് ക്യാഷ് ആയിട്ടാണ് കൊടുത്തത്. അപ്പോൾ അത് തിരിച്ചു കിട്ടണം, അല്ലെങ്കിൽ ലാപ്ടോപ്പ് കിട്ടണമെന്നേ പറഞ്ഞു. അപ്പോൾ ലാപ്ടോപ്പ് ഇപ്പോൾ ലാസ്റ്റ് കിടത്ത് ഞാൻ പറഞ്ഞു ലാപ്ടോപ്പ് വേണ്ട, ഞാൻ കൊടുത്ത പൈസ തിരിച്ചു കിട്ടിയാൽ മതി എന്നാണ് പറഞ്ഞത്. കൊടുത്ത പൈസ ഇന്നലെ വൈകുന്നേരത്തോട് കൂടിയിട്ട് തിരിച്ച് തന്നിട്ടുണ്ട്. വന്നത് 21,000 രൂപ അക്കൗണ്ട് വഴിയാണ് തന്നിട്ടുള്ളത്. അക്കൗണ്ട് ഫെഡറൽ ബാങ്കിലെ ഭാര്യയുടെ പേരിലുള്ള അക്കൗണ്ടിൽ നിന്നാണ് പൈസ അങ്ങോട്ട് കൊടുത്തിരുന്നത്. അതേ അക്കൗണ്ടിലേക്കാണ് തിരിച്ചു വന്നത്. അനുപമ പരാതി പിൻവലിച്ചെങ്കിലും FIR രജിസ്റ്റർ ചെയ്തതിനാൽ പോലീസിനെ കുറച്ച് നടപടിക്രമങ്ങൾ കൂടി കേസിൽ പൂർത്തീകരിക്കേണ്ടതുണ്ട്. പരാതി നൽകിയാൽ പണം തിരികെ ലഭിക്കുമെന്ന് കണ്ട് കൂടുതൽ പേർ നജീബ് കാന്തപുരത്തിനെതിരെ പരാതിയുമായി രംഗത്ത് വരുമോ എന്നുള്ളതാണ് വരും ദിവസങ്ങളിൽ കണ്ടറിയേണ്ടത്. ന്യൂസ് 18 മലപ്പുറം. കേരള ചരിത്രത്തിലെ തന്നെ ഏറ്റവും വലിയ സാമ്പത്തിക തട്ടിപ്പായ പാതിവിലയ്ക്ക് സ്കൂട്ടർ പദ്ധതിക്ക് പിന്നിൽ കൃത്യമായ ആസൂത്രണമുണ്ട്. സന്നദ്ധ സംഘടനകളുടെ ഒരു ശൃംഖല കേരളം മുഴുവൻ ഉണ്ടാക്കിയാണ് ഈ വലിയ തട്ടിപ്പിനുള്ള കളം ഒരുക്കിയത്. കൈനിറയാതെ കോടികൾ ഉണ്ടാക്കാൻ ഇതുപോലെ ഒരു ഐഡിയ ആരും സങ്കല്പിച്ചിട്ട് പോലും ഉണ്ടാവില്ല. വലിയ കമ്പനികൾ സമൂഹ നന്മയ്ക്ക് വേണ്ടി ചെലവഴിക്കണമെന്ന് നിയമം നിഷ്കർഷിക്കുന്ന ഒരു തുകയുണ്ട്. വലിയ കമ്പനികളെന്നാൽ ഒരു വർഷം 5 കോടി രൂപ ലാഭമോ 1000 കോടി വിറ്റുവരവോ 500 കോടി ആസ്തിയോ ഉള്ള കമ്പനികൾ. അവർ ലാഭത്തിന്റെ 2% സാമൂഹ്യ നന്മയ്ക്ക് വേണ്ടി ഉപയോഗിക്കണം. ഇതാണ് കോർപ്പറേറ്റ് സോഷ്യൽ റെസ്പോൺസിബിലിറ്റി ഫണ്ട് അഥവാ CSR ഫണ്ട്. ഒരു വർഷം കോടാനുകോടികളാണ് ഇങ്ങനെ ഇന്ത്യയിൽ ചെലവഴിക്കപ്പെടുന്നത്. ഇത് ലക്ഷ്യം വെച്ചുകൊണ്ടായിരുന്നു അനന്തകൃഷ്ണന്റെ ഓപ്പറേഷൻ. തൊടുപുഴ ഉടയത്തൂർ സ്വദേശിയാണ് അനന്തകൃഷ്ണൻ.
കഷ്ടിച്ച് 27 വയസ്സുള്ള അനന്തു തുടങ്ങിയത് കൂൺ കൃഷിയുടെ പ്രചാരകനായിട്ടാണത്രേ. പിന്നെ കേന്ദ്ര സർക്കാരിന്റെ ഭാരത് സേവക് സമാജ്, ഡോക്ടർ കലാം യൂത്ത് ഫൗണ്ടേഷൻ തുടങ്ങിയ സന്നദ്ധ സംഘടനകളിലൂടെ ഈ മേഖലയുടെ അനന്ത സാധ്യതകൾ മനസ്സിലാക്കി അങ്ങനെയാണ് പാതിവില ഓഫർ പദ്ധതിയിലേക്ക് എത്തിയത്. അതിന്റെ വിശദാംശങ്ങൾ ഇങ്ങനെയാണ്. സ്ത്രീ ശാക്തീകരണത്തിന്റെ ഭാഗമായി വനിതകൾക്ക് ഇരുചക്രവാഹനം, സ്വയം തൊഴിലിന് ലാപ്ടോപ്പ്, തയ്യൽ മെഷീൻ, പിന്നെ വീട്ടുപകരണങ്ങളും. സഹായം വേണ്ട ആളുകളുടെ പട്ടികയുണ്ടാക്കി കമ്പനികളുമായി സംസാരിച്ച് ധാരണയിലെത്തുന്നു. സൗജന്യമായിട്ടോ നിസ്സാര തുകയ്ക്കോ കമ്പനി ഉൽപ്പന്നങ്ങൾ നൽകുന്നു. നാട്ടുകാരും കമ്പനികളും ഒരുപോലെ ഹാപ്പി. ഇടയ്ക്ക് നിന്ന് കമ്മീഷൻ അടിച്ചാൽ തന്നെ കിട്ടുന്നത് കോടികളാണ്. നാട്ടിൽ അത്യാവശ്യം പേരുള്ള സത്യസായി ഓർഫനേജ് ട്രസ്റ്റുമായി ചേർന്നാണ് പദ്ധതി തുടങ്ങുന്നത്. 2022 കേരളമെങ്ങുമുള്ള സന്നദ്ധ സംഘടനകളെ ഒരുമിച്ച് കൂട്ടുകയായിരുന്നു അടുത്തത്. അങ്ങനെയാണ് 2000-ഓളം സംഘടനകളെ ഒരു കുടക്കീഴിലാക്കി NGO കോൺഫെഡറേഷൻ രൂപീകരിക്കുന്നത്. സത്യസായി ഓർഫനേജ് ട്രസ്റ്റ് ഡയറക്ടർ ആനന്ദ് കുമാർ സ്റ്റേറ്റ് കോർഡിനേറ്റർ, അനന്തു കൃഷ്ണൻ ദേശീയ കോർഡിനേറ്റർ. ഇരുവരും ചേർന്ന് കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ 100 കണക്കിന് യോഗങ്ങൾ, വാട്സപ്പ് ഗ്രൂപ്പുകൾ. 2022 തുടങ്ങിയ പദ്ധതി വഴി ആദ്യം കുറെ പേർക്ക് സാധനങ്ങൾ നൽകുകയും ചെയ്തു. സ്കൂട്ടർ പാതി വിലയ്ക്ക് എന്ന വാർത്ത നാട്ടിലെങ്ങും പാട്ടായി. ജനമൊഴുകി. പദ്ധതിയുമായി സഹകരിക്കാൻ രാഷ്ട്രീയ പാർട്ടികളും നേതാക്കളും എത്തി. കോൺഫെഡറേഷനിൽ അംഗങ്ങളാവാൻ സന്നദ്ധ സംഘടനകളും തിക്കിത്തിരക്കി. പലരും ഇതിനായി തട്ടിക്കൂട്ട് സംഘടനകൾ പോലും ഉണ്ടാക്കി. ആളുകളെ സംഘടിപ്പിക്കാൻ എല്ലായിടത്തും കോർഡിനേറ്റർമാർ. അവർ വഴിയാണ് സ്കൂട്ടറും മറ്റും വേണ്ടവർ പണമടയ്ക്കേണ്ടത്. വിപണി വിലയേക്കാൾ പകുതി വില അടച്ചാൽ മതി. സോഷ്യൽ ബി വെഞ്ചേഴ്സ്, പ്രൊഫഷണൽ സർവീസ് ഇന്നൊവേഷൻ, ഗ്രാസ് റൂട്ട് ഇന്നൊവേഷൻ എന്നീ കമ്പനികളിലേക്കാണ് പണമെത്തുന്നത്. 3 അനന്തു കൃഷ്ണന്റെ കമ്പനികൾ തന്നെ. കോർഡിനേറ്റർമാർക്കും ഒരു തുക കിട്ടും. ആളുകൾ അടയ്ക്കുന്നതിന്റെ 2%. ഓസിന് കിട്ടിയാൽ എന്തും വാങ്ങുന്ന ജനം സാധനങ്ങൾ എങ്ങനെ പാതി വിലയ്ക്ക് കിട്ടുമെന്നൊന്നും ആലോചിച്ചില്ല. പാവപ്പെട്ട സ്ത്രീകൾക്കുള്ളതാണ് പദ്ധതിയെങ്കിലും അതല്ലാത്തവരും സ്കൂട്ടറിനായി തിക്കിത്തിരക്കി. തിരുവനന്തപുരത്തെ മാധ്യമപ്രവർത്തകരുടെ പ്രസ് ക്ലബ് മന്ത്രിയെ സാക്ഷിയാക്കി ഈ പദ്ധതി ഉദ്ഘാടനം ചെയ്തു. പോലീസ് അസോസിയേഷനുള്ള ഓഫർ തയ്യൽ മെഷീനുകളായിരുന്നു. അവരും കൈകൊടുത്തു. കോൺഫെഡറേഷന്റെ അഡ്വൈസറി ചെയർമാൻ സ്ഥാനത്തേക്ക് വന്നത് കേരള ഹൈക്കോടതിയുടെ മുൻ ജഡ്ജി CN രാമചന്ദ്രൻ നായർ. ഇതെല്ലാം കൂടുതൽ ആളുകളെ വിശ്വസിപ്പിച്ച് പദ്ധതിയിൽ ചേർക്കാൻ അനന്തു കൃഷ്ണനും സംഘവും വിദഗ്ധമായി ഉപയോഗിച്ചു. പണം കുന്നുകൂടിയപ്പോൾ അത് പല വഴിക്ക് വകമാറ്റിയെന്നാണ് ഇപ്പോൾ മനസ്സിലാക്കുന്നത്. രാഷ്ട്രീയ വ്യത്യാസമില്ലാതെ നേതാക്കൾക്ക് ലക്ഷങ്ങൾ സംഭാവനകളും കിട്ടി. ഇതിനിടെ പദ്ധതി എങ്ങനെ പാളി എന്നത് വ്യക്തമായി വരുന്നതേ ഉള്ളൂ. പരമാവധി പണം പിരിച്ചു മുങ്ങാനായിരുന്നു ആദ്യം മുതലേ ഉദ്ദേശം. അതോ ആയിരക്കണക്കിന് ആളുകൾ അംഗങ്ങളായപ്പോൾ അവർക്കെല്ലാം കമ്പനികളിൽ നിന്നും സ്കൂട്ടറും തയ്യൽ മെഷീനുമൊന്നും എത്തിക്കാൻ പറ്റാതായി പോയതാണോ? അതോ പെട്ടെന്ന് കോടികൾ വന്നു ചേർന്നപ്പോൾ ആഡംബരങ്ങൾക്കായി അതെല്ലാം ചിലവാക്കി പാപ്പരായി പോയതാണോ? ന്യൂസ് ഡെസ്ക്, ന്യൂസ് 18. ഈ ചോദ്യങ്ങൾക്കുള്ള ഉത്തരമെല്ലാം കിട്ടേണ്ടത് വിശദമായ സമഗ്രമായ ഒരു അന്വേഷണത്തിന് ഒടുവിലാണ്. ആ അന്വേഷണത്തിലേക്ക് ക്രൈംബ്രാഞ്ച് കടക്കുമെന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം. കാരണം തുടക്കത്തിൽ പറഞ്ഞതുപോലെ കേരളം കണ്ട ഏറ്റവും വലിയ സാമ്പത്തിക തട്ടിപ്പുകളിൽ ഒന്നാണിത്. ഇതിനിരയായിട്ടുള്ളത് ഈ നാട്ടിലെ ഏറ്റവും അതിസാധാരണക്കാരായ സ്ത്രീകളാണ്. അവർക്ക് നീതി കിട്ടേണ്ടത് ആവശ്യവുമാണ്.